നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതൊരു വല്ലാത്ത പ്രീ ക്വാർട്ടർ റൗണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ വർഷം അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങൾ മാത്രം ഒന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ലിവർപൂൾ 4 ഗോളാണ് ഗലറ്റസറായിയുടെ വലയിലേക്ക് അടിച്ചത്. ആദ്യ പാദം 1-0 ഗലറ്റസറായിയോട് തോറ്റതാണ്. പക്ഷേ രണ്ടാം പാദത്തിൽ ആൻഫീൽഡിൽ അതിനുള്ള പണി കൊടുത്തു. സബോസ്ലായും ഹ്യൂഗോ എക്കിറ്റിക്കയും ഗ്രാൻബേഷും മോസലയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. 4-1 വമ്പൻ ജയം. മാക്കലിസ്റ്റർ അസിസ്റ്റിന് സബോസ്ലയാണ് ആദ്യം ഗോൾ അടിച്ചത്. പിന്നെ പെനാൽറ്റി ലഭിച്ചത് മോസലയുടെ പെനാൽറ്റി സേവ് ചെയ്യപ്പെട്ടു. അത് ഒരു നിരാശയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഗോൾ അടിച്ചുകൊണ്ട് UCL 50 ഗോളുകൾ തികച്ച് ഇപ്പോൾ UCL ചരിത്രത്തിലെ ടോപ്പ് 10 ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഏതായാലും എക്കിറ്റിക്ക സലയുടെ അസിസ്റ്റിൽ നിന്നാണ് എക്കിറ്റിക്കയുടെ ഗോൾ 52-ാമത്തെ മിനിറ്റിൽ പിറക്കുന്നത്. പിന്നെ ഗ്രാൻബേഷിൻ്റെ ഗോൾ പിറക്കുന്നു. അതോടുകൂടി അവർ ഗാലറ്റസറായി തീർത്തു എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ സലയുടെ ഗോൾ കൂടി വന്നപ്പോൾ ആശ്വാസമായി. വേർഡ്സിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് മോസലയുടെ ഗോൾ 63-ാമത്തെ മിനിറ്റിൽ പിറക്കുന്നത്. ഒടുവിൽ 4-0 തകർപ്പൻ ജയം. ആദ്യ പാദത്തിൽ 1-0 തോൽവി. അങ്ങനെ അഗ്രിഗേറ്റ് 4-1 ലിവർപൂൾ ഇന്നലെ ജയിച്ചു കയറുന്നത്. അപ്പോൾ നോക്കണം, അവർ 4 ഗോളുകൾ ആ കളിയിൽ പിറന്നു. എന്നാൽ ബയൺ ആദ്യ പാദം തകർപ്പൻ ജയം സ്വന്തമാക്കിയതാണ്. അന്ന് 6 ഗോൾ അടിച്ചിരുന്നു. ഇന്നലെ 4 ഗോൾ അടിച്ചു. അങ്ങനെ ടോട്ടൽ 10-2 അവർ അറ്റ്ലാന്റയോട് വിജയിച്ച് കയറിയിരിക്കുന്നത്. 10-2 എന്ന് പറയുമ്പോൾ ഹാരി കെയ്ൻ്റെ ഒരു ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ കാലും ഡയസും അവർക്ക് വേണ്ടി ഗോൾ അടിച്ചു. സോ വമ്പൻ വിജയത്തിലേക്ക് അവരവിടെ കടന്നുപോയി. അതുപോലെ തന്നെയാണ് ബാഴ്സലോണയുടെ കാര്യം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. 7-2 വിജയം അവർ ഇന്നലെ രാത്രി സ്വന്തമാക്കുന്നു എന്ന് പറയുന്ന പുലർച്ചെ നടന്ന കളി. അപ്പോൾ അഗ്രിഗേറ്റ് 8-3 വിജയത്തിലേക്ക് അവർ കടന്നുപോയി. ടോട്ടനാം അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം അത് അഗ്രിഗേറ്റ് 5-7 അവസാനിക്കുന്നത്. ഇന്നലെ 3-2 ടോട്ടനം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ പാദം വിജയിച്ച് നല്ല മാർജിൻ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നോട്ട് പോയി. ഇന്നലെ കൊല മുവാനിയുടെ ഒരു ഗോളും ഷാവി സിമോൺസിൻ്റെ ഇരട്ട ഗോളുകളും ടോട്ടനാമിനായിട്ട് പറഞ്ഞെങ്കിൽ ഹുലൻ ആൽവാരസും ഹാൻകോയുമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെയും റിസൾട്ട് വന്നത് 5-7 എന്ന കാര്യം ഓർക്കണം. ചുരുക്കത്തിൽ ഇന്നലെ നടന്ന എല്ലാ മത്സരങ്ങളിലും നന്നായിട്ട് ഗോൾ വർഷം ഉണ്ടായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനോട് അഗ്രിഗേറ്റ് 5-1 തോറ്റത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ചെൽസി PSG ഇന്നലെ 3-0 തോറ്റോടുകൂടി അഗ്രിഗേറ്റ് 2-8 പുറത്താകുന്നത്. ബോർഡോ ഗ്ലിംറ്റും സ്പോർട്ടിങ്ങും തമ്മിലുള്ള കളി 5-0 ഇന്നലെ തീരുമാനമായത്. അത് അഗ്രിഗേറ്റ് 5-3 സ്പോർട്ടിങ് മുന്നോട്ട് പോയി. ചുരുക്കത്തിൽ ഗോൾ വർഷം കണ്ട ഒരു UCL പ്രീ ക്വാർട്ടർ റൗണ്ടാണ് കടന്നു പോയിരിക്കുന്നത്. ക്വാർട്ടറിൽ ഇതിനേക്കാൾ വമ്പൻ പോരാട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. എന്തും സംഭവിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.